ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാഗതമായി. ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കഴിയും. പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരും. മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭരണഘടനയെ സംബന്ധിച്ചും തദ്ദേശവാസികളായ ആളുകളെ സംബന്ധിച്ചും പ്രാദേശിക വിഭവങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ സമാഹരണത്തെ സംബന്ധിച്ചും അതിൻ്റെ വികസനങ്ങളെ സംബന്ധിച്ചും എന്തെല്ലാം കാഴ്ചപ്പാടുകളുണ്ട്? കേവലമായ ചില ആഗ്രഹപൂർത്തിക്ക് വേണ്ടി മാത്രമാണോ ജനസേവനത്തിനിറങ്ങുന്നത്? അതെയോ വലിയ കാഴ്ചപ്പാടോടുകൂടിയാണോ? തീർച്ചയായിട്ടും ഇടുക്കി ജില്ല അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ മാത്രമാണ് സത്യത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇന്നത്തെ ചർച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ശ്രീ മാത്യു ജോസ് മംഗളമാണ്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ കിസാൻ വിങ്ങിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ്. സ്വാഗതം സാർ. സാർ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നു. പഞ്ചായത്തുകളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതി മാറി പുതിയ 5 വർഷത്തേക്കുള്ള ഭരണസമിതി ഒരു മാസത്തിനകം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആളുകൾക്കൊട്ടേറെ പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയെ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായുണ്ട്. സവിശേഷമായ ചില കാര്യങ്ങൾ ഇടുക്കി ജില്ലയെ മാത്രം കാത്തിരിപ്പുണ്ട്. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവർ എന്തൊക്കെ ചെയ്യണമെന്നാണ് ആദ്യമായി അങ്ങേക്ക് പറയാനുള്ളത്? നമ്മുടെ 1993 ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചവർ നിശ്ചയിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിലവിൽ വന്നു കഴിയുമ്പോൾ പ്രാദേശികമായ വികസന പ്രശ്നങ്ങൾ അവരവിടെ പരിഹരിക്കും എന്നായിരുന്നു നമ്മൾ ആ നിയമത്തിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതുതന്നെയാണ് നമ്മൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്ന സമയത്ത് ലക്ഷ്യം വെച്ചത്. അതിൽ നമ്മൾ വളരെയേറെ മുന്നേറി. പക്ഷേ ഇപ്പോൾ അതൊരു 30 വർഷത്തോടടുക്കുമ്പോൾ നമ്മളത് പിന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. അതായത് പഞ്ചായത്തുകൾക്ക് കൈമാറിയ 29 ചുമതലകൾ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക 11-ൽ പെടുന്ന 29 ചുമതലകളാണ് പഞ്ചായത്തുകൾ നിർവഹിക്കേണ്ടത്. അതിനാണ് പഞ്ചായത്തുകൾക്ക് ബഡ്ജറ്റിൽ പണം വകയിരുത്തുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പഞ്ചായത്തിന് കൈമാറിയതല്ലേ? അവരുടെ അധികാരത്തിലിരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് കൈമാറുന്നത്. പക്ഷെ കൈമാറണമെന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടനയുടെ പ്രത്യേക പട്ടിക 11-ാം പട്ടികയിൽ എന്തൊക്കെയാണ് പഞ്ചായത്തുകളുടെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അധികാരമാണ് കേരള പഞ്ചായത്ത് രാജ് 1991 ഈ പഞ്ചായത്തുകൾക്ക് നൽകുന്നത്. അങ്ങനെ നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ആ ലക്ഷ്യത്തിൽ നമുക്ക് വളരെയേറെ മുന്നേറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്മൾ തുടങ്ങിയ മുന്നേറ്റം കഴിഞ്ഞ 5-10 വർഷങ്ങളായി പിന്നോട്ടടിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉള്ള ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, പഞ്ചായത്തുകളുടെ അധികാരം സർക്കാർ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും പ്രത്യക്ഷമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്. ഭവന നിർമ്മാണം സംബന്ധിച്ചാണ്. ദുർബല വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണം പഞ്ചായത്തുകളുടെ ചുമതലയാണ്. പക്ഷേ EMS ഭവന പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് അത് രണ്ടും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു. മറ്റൊരു സർക്കാരിന് നൽകിയ അധികാരം തിരിച്ചെടുത്തിട്ട് അത് തങ്ങളുടേതാണെന്ന് പറയുമ്പോൾ പഞ്ചായത്തുകളുടെ അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ, ഇപ്പം ദാരിദ്ര്യ ലഘൂകരണ മിഷൻ ആണെങ്കിലും അല്ലെ കുടുംബശ്രീ ആണെങ്കിലും, കുടുംബശ്രീ പദ്ധതി പഞ്ചായത്തുകൾ നിർവഹിക്കേണ്ടതാണ്, പക്ഷെ അത് സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞു. മാലിന്യ സംസ്കരണം പഞ്ചായത്തുകളുടെ ജോലിയാണ്, പക്ഷെ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് സംവിധാനം ഉണ്ടാക്കി അത് സർക്കാരിന്റെ ആക്കി മാറ്റുന്നു. അപ്പം പഞ്ചായത്തുകളുടെ അധികാരത്തിന്മേൽ സംസ്ഥാന സർക്കാർ കടന്നു കയറുന്ന ഒരു വിഷയം. ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ. അപ്പോൾ ഈ പഞ്ചായത്ത് വഴി നടപ്പാക്കുന്ന ചില പദ്ധതികൾ സർക്കാരിന്റെ പദ്ധതികളാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? പ്രാദേശിക സർക്കാരിന്റെ പദ്ധതി, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പദ്ധതികൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പേരിൽ അറിയപ്പെടണം എന്ന് പറയുകയും നമ്മൾ PMAY പോലുള്ള പദ്ധതികളിൽ സംസ്ഥാന സർക്കാരുമായി തർക്കം ഉണ്ടാകുകയും ചെയ്തു. അതായത് ഫണ്ട് മുടക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആണോ ഗ്രാമപഞ്ചായത്തുകളുടെ ആണോ എന്നുള്ളൊരു തർക്കത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിന്റെ വിനിയോഗം, അതിന്റെ നിർവഹണം ആർക്കാണ്, ഭരണഘടന ആർക്കാണ് അതിൽ അധികാരങ്ങൾ ചിലപ്പോൾ സർക്കാർ പിൻവലിച്ച് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ടല്ലേ?
അങ്ങനെ പിൻവലിക്കാൻ കഴിയത്തില്ല. ഭരണഘടന നൽകിയ അധികാരം സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിൻവലിക്കാൻ കഴിയത്തില്ല. പക്ഷേ അതിൽ കടന്നു കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇത് ഗ്രാമപഞ്ചായത്തുകൾ കൊച്ചു സർക്കാരാണെന്നും മറ്റു വലിയ സർക്കാരിന് ഇവരിന്മേൽ അധികാരമുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഏത് സർക്കാരിനും അവർക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളിൽ മേലാണ് ഭരണഘടന അവകാശം നൽകുന്നത്. ആ അവകാശം പരിപൂർണമാണ്. അത് മറ്റൊരാൾക്ക് അതിനകത്ത് കടന്നു കയറാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ 5-10 വർഷങ്ങളായി തുടരുന്ന ഒരു പ്രശ്നം. പിന്നെ പഞ്ചായത്തുകൾക്ക് അവരുടെ അധികാരങ്ങൾ സ്വതന്ത്രമായി നിർവഹിക്കണമെങ്കിൽ സ്വതന്ത്രമായി നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ഗൈഡ് ലൈൻസ്, ഓരോ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് പദ്ധതി മാർഗനിർദ്ദേശങ്ങളാകാം. പക്ഷേ കൃത്യമായി ഇന്ന രീതിയിലോ ചെയ്യാൻ കഴിയുള്ളൂ, ഇന്ന പദ്ധതികളോ ആരംഭിക്കാൻ കഴിയുള്ളൂ, ഇത്ര രൂപയോ ഒരു പദ്ധതിക്ക് നീക്കി വെക്കാൻ കഴിയുള്ളൂ, ഇത്ര മാത്രമേ സബ്സിഡി നൽകാൻ കഴിയുള്ളൂ എന്നൊക്കെയുള്ള പിന്നെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ഭരണം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. സാർ, ഈ ജനകീയ ആസൂത്രണം തുടങ്ങിയത് സത്യത്തിൽ ഇത്തരം വിഭവങ്ങളെ, പ്രാദേശികമായ വിഭവങ്ങളെ കണ്ടെത്തി അത് ആ പഞ്ചായത്തിൽ തന്നെ വിനിയോഗിക്കുന്നതിനും ഒപ്പം തന്നെ ആ പ്ലാൻ പദ്ധതികൾക്ക് വ്യക്തമായൊരു ആസൂത്രണം നടത്തുന്നതിനും വേണ്ടിയായിരുന്നില്ലേ? ജനകീയാസൂത്രണം കേരളത്തിലുണ്ടായ ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള ഖ്യാതി നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ അകത്തുണ്ടായ ഒരു നേട്ടം, EMSനെ ചെയർമാനാക്കി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന, അതായത് കേരളത്തിലെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു സംവിധാനമായിരുന്നു. ആ രംഗത്ത് നമ്മൾ വളരെയേറെ മുന്നേറ്റം നടത്തി. പക്ഷേ പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ രംഗവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങ് അതിൻ്റെ ഒരു റിസർച്ച് പേഴ്സൺ ഒക്കെ ആയിരുന്നു. ഞാൻ മൂന്നാർ പഞ്ചായത്തിന്റെ റിസോഴ്സ് പേഴ്സണായി, പിന്നീട് അവിടെ MLA ആയിരുന്ന S രാജേന്ദ്രൻ ഉൾപ്പെടെ മൂന്നാറിന്റെ ചരിത്രം പഠിക്കുകയും അങ്ങനെ അതിന്റെ ആദ്യത്തെ പദ്ധതി രേഖ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യാൻ കൂടിയിട്ടുണ്ട്. ഈ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി, ഇനി വരാൻ പോകുന്ന ഭരണസമിതി ഒക്കെ ഇപ്പം അങ്ങ് മാങ്കുളം പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. തന്നെയല്ല, മാങ്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ച്, വന്യജീവി ആക്രമണങ്ങളെ സംബന്ധിച്ച്, പട്ടയ വിതരണത്തെ സംബന്ധിച്ച്, നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, നിർമ്മാണ നിരോധനങ്ങളെ സംബന്ധിച്ച് എന്നു വേണ്ട നമ്മുടെ NHുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ അങ്ങ് വളരെയേറെ ബോധവാനാണ്, സ്റ്റഡീഡാണ്. ഇത് എങ്ങനെ ഈ നമ്മൾ അല്ലെങ്കിൽ ഹൈറേഞ്ചുകാർ, മൂന്നാർ ഉൾപ്പെടുന്ന ആളുകൾ എങ്ങനെ വേണം ഇനി അടുത്ത പഞ്ചായത്ത് ഭരണസമിതിയെ സമീപിക്കാൻ? അല്ലെങ്കിൽ വോട്ടേഴ്സ് എന്താണ് ഈ ഭരണകർത്താക്കളോട്, മത്സരിക്കുന്നവരോട് ഒരു നിലപാട് അറിയിക്കേണ്ടത്? അവിടെ ഒരു വലിയ പരാജയം നമുക്ക് സംഭവിച്ചിട്ടുള്ളതായി ഞാൻ കരുതുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയ സമയത്ത് ഒരു പഞ്ചായത്തിന്റെ ജോലികളെ കുറിച്ച് പഠിക്കുവാനാണ് ശ്രമിച്ചത്. അങ്ങനെ അന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തിയിരുന്നു. ആ കോഴ്സിൽ പങ്കെടുത്ത് 6 മാസത്തെ കോഴ്സിൽ പങ്കെടുത്ത് ഇതിനെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ജോലി ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു. ഓരോ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പഞ്ചായത്ത് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന പലരും ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് എന്താണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ ജോലി എന്ന് അവർക്കറിയത്തില്ല. അവർ മനസ്സിലാക്കുന്ന ഇതാണ്, പഞ്ചായത്തിൽ കിട്ടിയിരിക്കുന്ന ഫണ്ട് അവർ തീരുമാനിക്കുന്ന കുറച്ച് പദ്ധതികൾക്ക് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഒരു ജനപ്രതിനിധി ഇടുക്കി ജില്ലയിൽ ഇല്ലാത്തതിൻ്റെ അല്ലെ സംസ്ഥാനത്ത് ഇല്ലാത്തതിൻ്റെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ട്. നമുക്ക് 140 MLA-മാരില്ലേ, അല്ലെ 20 MP-മാരില്ലേ, അവർ ജനപ്രതിനിധികളല്ലേ എന്ന് ചോദിക്കുന്നു. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ചുകൂടി വിപുലമാണ്. പ്രാദേശിക വികസന പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാനുള്ള ജനപ്രതിനിധികളാകേണ്ടവരാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ 3 തലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. പ്രാദേശിക തലത്തിൽ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർഡിൽ ഒതുങ്ങുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമാണ് ചിന്തിക്കേണ്ടതെന്നാണ് കരുതുന്നത്. നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല. ഭരണസമിതി അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. എത്ര വാർഡുകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും അവർക്ക് ആ പഞ്ചായത്തിന്റെ മൊത്തം ചുമതലയാണ്. ഇടുക്കി ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 16 അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു. ആ 16 അംഗങ്ങളോട് ചേർന്നിരുന്ന് ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആലോചനയാണ് നടത്തുന്നത്. അവിടെ ഒരു സമഗ്ര വികസനത്തിന്റെ മാപ്പാണ് തയ്യാറാകുന്നത്, അല്ലേ? അതെ, അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഈ നമുക്ക് ബഡ്ജറ്റിൽ ലഭിക്കുന്ന പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത മാത്രമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ കാലമൊഴിയുന്നത്. കാരണം കഴിഞ്ഞ മാർച്ച് 31-ാം തീയതി അവർ ലാപ്സാക്കിയ തുക 16 കോടി രൂപയാണ്. ഇത്രയേറെ വികസന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്
ലഭിച്ച പണം ചെലവഴിക്കാൻ കഴിയാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് എന്താണ് അവർ സാധാരണക്കാരോട് അതിന് ന്യായം പറയുന്നത്? അതിൻ്റെ അകത്ത് കുറച്ച് കാര്യം ഞാൻ വ്യക്തിപരമായി അവരുടെ ആരുടെയും കഴിവ് കുറവ് എന്ന് ഞാൻ പറയുന്നില്ല. സർക്കാർ ഉണ്ടാക്കുന്ന ചില സങ്കീർണതകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പണം ചെലവഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് സർക്കാർ ഒരു മുൻവിധി എടുക്കുന്നു. ചെലവഴിക്കാൻ ആ സമയത്ത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുന്നു. കാരണം നമ്മൾ മാർച്ച് 31 കാലാവധി എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 31 ഡേറ്റിനെ കുറിച്ച് ജനപ്രതിനിധികൾ ചിന്തിക്കുന്നു. അത് അതിന് മുമ്പിലത്തെ ഏപ്രിൽ 1 തൊട്ടേ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഇത് അവസാനത്തേക്ക് മാറ്റിവെക്കുന്നതാണ് പ്രശ്നം. പിന്നെ പദ്ധതികൾ തയ്യാറാക്കുന്നതിൻ്റെ ചില സാങ്കേതികമായുള്ള ഒരു പരിചയക്കുറവ് ഭരണസമിതിക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പലപ്പോഴും ഇവര് ഓരോ പഞ്ചായത്തുകൾ, ഓരോ തരത്തിലുള്ള പഞ്ചായത്തുകളും അവരുടെ മാത്രം പദ്ധതികളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തൂടെ സംയുക്തമായ ഒരു പദ്ധതി, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തൂടെ സംയുക്തമായ ഒരു പദ്ധതി, 3 പഞ്ചായത്തുകളോട് ചേർന്നുള്ളൊരു പദ്ധതി, അതൊന്നും ഇടുക്കി ജില്ലയിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. മറ്റ് പഞ്ചായത്തുകൾ നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പലപ്പോഴും ഈ ഫണ്ട് ലാപ്സ് ആകാതിരിക്കാൻ നമ്മുടെ നിയമത്തിൽ തന്നെയുള്ള ഒരു വ്യവസ്ഥ, നമുക്ക് മൾട്ടി ഇയർ പ്രോജക്റ്റുകൾ നടത്താം, ബഹുവർഷ പദ്ധതികൾ. ഈ ബഹുവർഷ പദ്ധതികളുടെ ഒരു സൗകര്യം, അടുത്ത വർഷം ചെയ്യേണ്ട ജോലിയിൽ ഭൂരിപക്ഷവും നമ്മൾ ഈ വർഷം ചെയ്ത് തീർക്കുകയും മറ്റ് പദ്ധതികളിലെ ഫണ്ട് ചെലവഴിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പദ്ധതിക്ക് ചെലവഴിക്കാൻ വേണ്ടി സർക്കാരിൽ നിന്ന് അല്ലെ ആസൂത്രണ സമിതിക്ക് അനുവാദം നൽകാവുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഉപയോഗിച്ചിരുന്നെങ്കിൽ പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ ഡിലേ വരുമോ, ഇനി ഈ വർഷം ഉപയോഗിച്ചില്ലേ അടുത്ത വർഷം ഉപയോഗിക്കാലോ എന്ന ഒരു കാലതാമസം, ആ തരം കാലവിളംബത്തിലേക്കും ഈ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. മുൻ വർഷങ്ങളിലൊക്കെ നിലനിന്നിരുന്ന ഒരു കാര്യം, ഒരു വർഷത്തെ ഫണ്ട് ചെലവഴിച്ചില്ലെങ്കിൽ തുടർന്ന് വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ 1-2 മാസങ്ങൾക്കുള്ളിൽ ചെലവഴിക്കാൻ വേണ്ടി അനുവാദം നൽകിയിരുന്നു. പക്ഷെ ഈ വർഷം തൊട്ട് തുടങ്ങിയ ഒരു തന്ത്രപരമായ ഒരു കാര്യം, പദ്ധതിക്ക് ഫണ്ട് തുടർന്ന് വരുന്ന വർഷം ചെലവഴിക്കാം, പക്ഷേ അത് ആ വർഷത്തെ ഫണ്ടിൽ നിന്നാണ്. അതായത് നഷ്ടപ്പെട്ട പൈസ നഷ്ടപ്പെട്ടു. പദ്ധതി നടക്കുന്നത് കൊണ്ട് ഫണ്ട് ലാപ്സായി എന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ആ പണം പഞ്ചായത്തുകൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാഗതം, ഇപ്പോൾ ആളുകളൊക്കെ ചർച്ച തുടങ്ങി കഴിഞ്ഞു. സാധാരണ ചായക്കടകളിൽ സാധാരണ ആളുകൾ ഒത്തുകൂടുന്നു, ആരാണ് സ്ഥാനാർത്ഥി, ആരാണ് എല്ലാം തന്നെ. അവിടെ ഇവിടെയൊക്കെ പോസ്റ്ററുകൾ ഉയർന്നു കഴിഞ്ഞു, ബാനറുകൾ ഉയർന്നു കഴിഞ്ഞു, ചർച്ചയായിട്ടുണ്ട്. ഈ പഞ്ചായത്തുകൾ പ്രഥമവും പ്രധാനവുമായി ആദ്യം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അങ്ങയുടെ ഒരു ചിന്ത? ഞാൻ ഒരു കാര്യം, എൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു 6 മാസമായി ഈ ജനപ്രതിനിധികളാകാൻ സാധ്യതയുള്ളവരെ, അല്ലെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ, അല്ലെ എങ്ങനെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലൂടെ ശ്രമിച്ചിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ജനപ്രതിനിധി ആരാകണം, എന്താകണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ലാത്തത് കൊണ്ട് നമ്മൾ അയാൾ പാർട്ടിയുടെ വിശ്വസ്തനായാൽ മതി, അല്ലെങ്കിൽ ആ വാർഡിൽ കുടുംബബന്ധം ഉള്ളവനായാൽ മതി എന്നൊക്കെയുള്ളതാണ് നമ്മുടെ പ്രശ്നം. ജനപ്രതിനിധി ആരായിരിക്കണം? ജനപ്രതിനിധി ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നവനായിരിക്കണം. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇടുക്കി ജില്ലയിലെ മുഴുവൻ പ്രദേശത്തെയും ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. അപ്പം നമ്മൾ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആ കിട്ടുന്ന ഫണ്ട് വെച്ച് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. പക്ഷേ ഇവർക്ക് ഒരു മീഡിയേറ്ററായിട്ട് MP-യുടെയോ MLA-യുടെയോ അല്ലെങ്കിൽ നിയമസഭയുടെയോ മുന്നിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഒരു വ്യക്തി നൽകുന്ന ഒരു നിവേദനത്തെക്കാൾ എത്ര വലുതാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കുന്ന ഒരു പ്രമേയം. നമുക്ക് ഇവിടെ ഭൂവിഷയങ്ങൾ എത്രമാത്രം ഗുരുതരമായി ഇടുക്കി ജില്ലയെ ബാധിക്കും എന്ന് നമ്മൾ ഇപ്പം മത്സരിക്കാൻ പോകുന്ന 1600 ജില്ലയിലെ ജനപ്രതിനിധികളാകാൻ പോകുന്നവരിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും? അവർ മനസ്സിലാക്കണ്ടേ? അവർ പ്രതിനിധീകരിക്കാൻ പോകുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഗുരുതരമാണ് കാര്യം. കാരണം നമുക്കൊക്കെ മുൻപ് എൻ്റെ കൈവശമുള്ള ഭൂമി എൻ്റെതാണ്, അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് കരുതിയിരുന്നു. അതിനെയാണ് എൻ്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖയാണ് ഞാൻ പട്ടയം എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ആ പട്ടയത്തിൽ നിബന്ധനകൾ ഏർപ്പെടുത്തി. ആ പട്ടയത്തിൽ കെട്ടിടം വെക്കാൻ കഴിയാത്ത പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് പറയുന്നത്, അത് ലീസാണ്, അത് പാട്ടമാണ്. അപ്പൊ പട്ടയം എന്നുള്ളത് പാട്ടമായി മാറുന്നു എന്ന ഗുരുതരമായ ഭൂവകാശത്തിന്മേലുള്ള മാറ്റം. അതിന്റെ ഒരു പരീക്ഷണം ആദ്യം നടത്തുന്നത് മാങ്കുളത്താണോ? ഈ മാങ്കുളത്തെ ഉൾപ്പെടെ മൂന്നാർ പ്രദേശത്തെ ഒരു വലിയ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് KDH വില്ലേജ് എന്ന് പറയുന്നത്. KDH വില്ലേജ് വിഭജിക്കപ്പെട്ടാണ് മാങ്കുളം വില്ലേജും എടമലക്കുടി വില്ലേജും ഇപ്പൊ ദേവികുളം വില്ലേജും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ വില്ലേജിന്റെ ഭൂമി അത്രയും ഒരു തോട്ടഭൂമിയായിരുന്നു.
അല്ലെങ്കിൽ പൂഞ്ഞാർ രാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമിയായിരുന്നു. ആ ഭൂമി 1971 സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തതിന്റെ കാര്യം, പാട്ടത്തിന് നൽകിയ ഉദ്ദേശത്തിന് അവർ ഉപയോഗിക്കുന്നില്ല, ടാറ്റ കമ്പനി ഉപയോഗിക്കുന്നില്ല, KDHP കമ്പനി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് കൃഷിയോഗ്യമായ ഭൂമി അവർ തരിച്ചിട്ടിരിക്കുന്നു. അത് പിടിച്ചെടുത്ത് പൂരകരായ കർഷകർക്ക് നൽകാനാണ് എന്ന് പറഞ്ഞാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ദേവികുളം താലൂക്കിലെ ഏകദേശം അങ്ങക്ക് ആ ഏരിയ ഒന്ന് പറയാമോ? അതായത് കൃഷി തോട്ടത്തിൽ ആവശ്യങ്ങൾ, തേയില കൃഷിക്കല്ലാതെ മറ്റു കൃഷി ആവശ്യങ്ങൾക്ക് സർക്കാർ ഏറ്റെടുത്ത ഭൂമി എവിടെയൊക്കെ ആയിരിക്കും? അത് കൃത്യമാണ്. മാങ്കുളം വില്ലേജിൽ 22,500 ഏക്കർ സ്ഥലമുണ്ട്. അതുകൂടാതെ ഇപ്പൊ KDH റിസർവ് എന്ന് പറഞ്ഞ് വീണ്ടും വനമാക്കാൻ പോവുക. അവിടെ 2010 ഒരു വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ അകത്ത് 20,000 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. അതായത് ഏറ്റെടുത്ത 1,32,000 ഏക്കർ സ്ഥലത്തിന്റെ യൂട്ടിലൈസേഷൻ പഠിക്കാൻ വേണ്ടി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അന്ന് വെച്ചിരുന്നു, അന്നത്തെ ലാൻഡ് ബോർഡ് വെച്ചിരുന്നു. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ മൊത്തം ഭൂമിയും എങ്ങനെ വിഭജിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് തോട്ടമായിരുന്ന ഭൂമി ടാറ്റ കമ്പനിക്ക് തിരിച്ചു കൊടുത്തപ്പോൾ അവർ ഫ്യൂവൽ വുഡ്സിന് വേണ്ടി ഇത്ര ഭൂമി വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. ലൈൻസ് കെട്ടാൻ വേണ്ടി, തൊഴിലാളികളെ പാർപ്പിക്കാൻ വേണ്ടി സ്ഥലം വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. അവിടെ ഇടയ്ക്കൊരു കാര്യം, ഒരു പ്രേക്ഷകരുടെ വ്യക്തതയ്ക്ക് വേണ്ട, ഈ ഫ്യൂവൽ വുഡ്സും ഫയർ വുഡ്സും രണ്ടാണോ? അത് ഒന്ന് തന്നെയാണ്. കാരണം തീ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ധന ആവശ്യം അവർ രണ്ടായി കാണുന്നുണ്ട് അവിടെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രണ്ടായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് നമുക്ക് എനിക്കങ്ങനെ തുറന്നു പറയാൻ കഴിയില്ലെങ്കിലും ഏറ്റെടുത്ത ഭൂമി അത്രയും അല്ലെ ഭൂമിയുടെ നല്ല ഭാഗവും നിയമവിരുദ്ധമായി ഇപ്പോഴും ടാറ്റ കമ്പനിയുടെ കയ്യിലിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ആ ഭൂമി ഇരിക്കേണ്ടിയിരുന്നത് ഭൂരഹിതരായ പട്ടികജാതി തമിഴ് തോട്ടം തൊഴിലാളികളുടെ കയ്യിലായിരുന്നു. നമ്മുടെ നിയമത്തിൽ അത് പറയുന്നുണ്ട്. ആ നിയമത്തെ ടാറ്റ കമ്പനി സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു. സുപ്രീം കോടതി വളരെ വ്യക്തമായി ആ കാര്യത്തിൽ മറുപടി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 31A, അത് 1951 ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് 31A വകുപ്പ് ഉണ്ടാക്കിയത്. ആ 31A വകുപ്പ് ഈ വലിയ ജന്മികളുടെ കയ്യിലിരിക്കുന്ന ഭൂമി സർക്കാരിന് ഭൂപരിഷ്കരണ ഭാഗമായി ഏറ്റെടുത്ത് വിതരണം ചെയ്യാമെന്നാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഏറ്റെടുത്ത നിയമത്തെ സുപ്രീം കോടതി ശരിവെക്കുകയും സുപ്രീം കോടതി വ്യക്തമായി പറയുന്നു, ഈ ഒരു ആവശ്യത്തിനല്ലാതെ ഭാവനാപൂർണമായ ഇതുമായി ബന്ധപ്പെട്ട മറ്റാവശ്യങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാർ ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ കുറെ ഭൂമി ടാറ്റായിൽ നിന്ന് ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കിംവദന്തി കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഏറ്റെടുക്കൽ ടാറ്റായുടെ നിന്നും ഇതിനു മുമ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. 1957 തോന്നുന്നു 2,700 ഏക്കറോളം വില കൊടുത്ത് വാങ്ങി. ആ ഭൂമി സർക്കാരിന്റെ കാണണം. മൂന്നാർ ടാറ്റയിൽ നിന്ന് വില കൊടുത്ത് സർക്കാർ വാങ്ങി. ടാറ്റയുടെ മൂന്നാറിന്റെ പ്രാന്ത പ്രദേശങ്ങളിലാണ്. അതെ. പക്ഷെ അതിപ്പോ ആ ഭൂമി എവിടെയെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. കണ്ടെത്താൻ കഴിയേണ്ടതാണ്. ഓരോ ഭൂമിക്കും സർവേ നമ്പർ ഉണ്ട്, എവിടെയൊന്നും പറയുന്നുണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. കേരളത്തിലെ സർവേ ഡയറക്ടറായിരുന്ന ബിജു പ്രഭാകർ IAS കഴിഞ്ഞ 1996 അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ അനധികൃത കെട്ടിടങ്ങൾ നശിപ്പിക്കാൻ ആരംഭിച്ച സമയത്ത് ലക്ഷ്മിയിലുള്ള അബാദ് പ്ലാസ എന്ന കെട്ടിടം KDH വില്ലേജിലാണോ ആനവരട്ടി വില്ലേജിലാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വിശദമായ ഒരു റിപ്പോർട്ടുണ്ട്, പുറം ലോകം കാണാത്ത സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട്. അതിൽ അയാൾ പറയുന്നുണ്ട്, ദേവികുളം താലൂക്കിൽ കേരള സർക്കാരിന്റെ സർവേ വകുപ്പിന് സർവേ ചെയ്യാൻ കഴിയത്തില്ല. അതിനെ നിയന്ത്രിക്കുന്നത് ടാറ്റ കമ്പനിയാണ്. സർവേ ഉദ്യോഗസ്ഥന്മാർ ടാറ്റ കമ്പനിയുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത് എന്ന് ചിലരുടെ ബിജു പ്രഭാകരന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം ഈ കളക്ടറേറ്റിലോ അല്ലെ റവന്യൂ വകുപ്പിലോ പോലും അത് പലപ്പോഴും ഇല്ല. പക്ഷെ അവിടെ ഉള്ളത് നിവേദിത പി ഹരൻ ദേവികുളം താലൂക്കിനെയും പീരുമേട് താലൂക്കിനെയും ഉടുമ്പൻചോല താലൂക്കിനെയും വനമാക്കി മാറ്റണമെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടുണ്ട്. അത് പരസ്യമാണ്. എല്ലാവരും അതിൻ്റെ അകത്തെ വ്യവസ്ഥകൾ കോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന അദ്ദേഹം പോലും ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്ത ഒരു കേസിൽ ഈ വാദം പറയുന്നുണ്ട്. അത് പരിസ്ഥിതി പ്രാധാന്യം കൊണ്ട് അവിടുത്തെ മനുഷ്യവാസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ഇവിടുത്തെ കർഷക സംഘടനകൾ വലിയ വിഷയമുണ്ടാക്കി. കേരള സർക്കാരിനെതിരെയാണ് കേസ്. ഈ സർക്കാരിൽ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പേ ആയിരുന്നു, പി പ്രസാദ് മന്ത്രിയാകുന്നതിന് മുമ്പേ ആയിരുന്നു കേസ് എന്നുള്ളത് കൊണ്ട് വളരെ ഗുരുതരമായ ഒരു നിയമപ്രശ്നം അതിനകത്തുണ്ടായി. അങ്ങേർക്ക് മന്ത്രിയായി തുടരാൻ കഴിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ആ കേസ് പിൻവലിച്ചത് കൊണ്ട് 3 താലൂക്കുകളുടെ ആയുസ് കുറച്ചുകൂടി നീട്ടിക്കിട്ടി എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം മന്ത്രിയായി തുടരുകയും ചെയ്തു. അത് ശരി, അതാണ് വസ്തുത. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ വന്യജീവികളുടെ ശല്യം
ഈ നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പഞ്ചായത്തിലേക്കും കൂടി അതിരൂക്ഷമായി വരികയാണ്. ഈ കേന്ദ്ര വന നിയമവുമായി ബന്ധപ്പെട്ട സങ്കീർണതയാണോ അതിൻ്റെ പിന്നിൽ? അങ്ങനെ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര വന നിയമം 1972 വന്യജീവി സംരക്ഷണ നിയമവും 1980 വന നിയമം ആണ് പ്രശ്നം എന്ന് പറയുന്നതിൽ ഒരു വസ്തുതയില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളും, കർഷക സംഘടനകൾ പഠിച്ചെടുത്തോളും, 253 കേരളത്തിലെ പഞ്ചായത്തുകൾ വനാതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെയെല്ലാം ഏറിയോ കുറഞ്ഞോ ഈ വന്യമൃഗ ശല്യമുണ്ട്. അത് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ആർക്ക്, എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനം പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ രീതിയിലല്ല. അതിന് പഞ്ചായത്തുകൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയതായി വരുന്ന പഞ്ചായത്തുകൾ ശ്രദ്ധിക്കേണ്ട. പഞ്ചായത്തുകൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? അതായത് മുൻകാലങ്ങളിൽ, അതായത് ഈ സർക്കാരുകൾ ഉണ്ടാകുന്നതിന് മുമ്പും ഇടുക്കി ജില്ലയിൽ വനമുണ്ടായിരുന്നു, ഇടുക്കി ജില്ലയിൽ മനുഷ്യരുണ്ടായിരുന്നു, വന്യമൃഗങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഒന്നെങ്കിൽ അവർ സമരസപ്പെട്ട്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് വന്യമൃഗങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ അവനോട് നേരിടാൻ കഴിയത്തില്ലെങ്കിൽ അവൻ ഉൾക്കാടുകളിലേക്ക് പോയിരുന്നു. ഇപ്പൊ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ഒരു വകുപ്പും സംവിധാനവും ഉള്ളതുകൊണ്ടും വന്യമൃഗങ്ങളെ ചോദ്യം ചെയ്യാൻ കർഷകർക്ക് അവകാശമില്ലാത്തത് കൊണ്ടും അവർക്ക് കർഷകരുടെ മേൽ അധീശത്വം നേടാനായി വന്യമൃഗങ്ങൾ ഈ സംഭവം തിരിച്ചറിഞ്ഞതുകൊണ്ടും ഉപദ്രവിക്കുന്നില്ല. അതാണ് വലിയ പ്രശ്നം. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ വികസന ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യം, വികസന പ്രശ്നങ്ങൾ എന്താണെന്ന് ചിട്ടപ്പെടുത്താൻ നമ്മുടെ പഞ്ചായത്തുകൾക്കോ ഗ്രാമസഭകൾക്കോ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. വന്യമൃഗ ശല്യം ഉണ്ടാകുന്നത് നിയന്ത്രിക്കേണ്ടത് വനം വകുപ്പാണ് എന്ന് നമ്മൾക്കൊരു പൊതുബോധമുണ്ട്. വനം വകുപ്പിന് മാത്രമേ അത് നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് ആരാ പറയുന്നത്? എൻ്റെ ഭൂമിയിൽ വന്യമൃഗം കയറാതെ തടസ്സപ്പെടുത്താൻ എനിക്ക് കഴിയണമല്ലോ, എനിക്ക് കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുകൾക്ക് ആ പഞ്ചായത്ത് പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ കഴിയും. ഒരുപക്ഷെ വനം വകുപ്പ് ഒരു ഡിപ്പാർട്ട്മെന്റാണ്, ആ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയണം. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഈ അഴിമതിപ്പണം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിലാണ് മറ്റ് സംവിധാനങ്ങളുമായിട്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ദേവികുളം താലൂക്കിലെ ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് 16 കോടി നഷ്ടപ്പെടുത്തി, ദേവികുളം ബ്ലോക്ക് 7 കോടി നഷ്ടപ്പെടുത്തി, ഞങ്ങളുടെ പഞ്ചായത്ത് 1.25 കോടി നഷ്ടപ്പെടുത്തി. അത്രയും മതിയാ ഒരു പഞ്ചായത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് വന്യമൃഗ ശല്യം എന്നുള്ളത് ഇല്ലാതാക്കാൻ കഴിയും. അതാണ് സത്യത്തിൽ ഭാവനാശാലികളായ അല്പം ത്യാഗ മനസ്ഥിതിയുള്ള ഈ ഭരണകർത്താക്കൾ, അതായത് ഈ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതാത് പഞ്ചായത്തിൽ തന്നെ ഈ വന്യമൃഗ ശല്യത്തെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വനം വകുപ്പിന്റെ സഹായം, സർക്കാരിന്റെ സഹായമൊക്കെ തേടണം, പൊതുജനങ്ങളുടെ സഹായവും തേടണം. തേടിക്കൊണ്ട് വേണം അതിനെ മുന്നോട്ട് പോകാൻ. ഈ വല്ലാതെ പെരുകുന്ന വന്യജീവികൾ നമുക്കതിനകത്ത് വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ സാധാരണ കർഷകരുടെ ആശങ്കയാണ് ഇപ്പൊ. അതൊരു മറ്റൊരു വിഷയമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വന്യമൃഗങ്ങൾ എത്രമാത്രം ആകാം, എത്രമാത്രം പെരുകാം എന്നുള്ളൊരു കാര്യം പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഇതിന്റെ ഭാഗമാണ് വന്യമൃഗങ്ങളുടെ എണ്ണം എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. വന്യമൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത് ചില ജീവവർഗങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലെന്നാകാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. എണ്ണം കുറയുന്നതിനെ നമ്മൾ പ്രത്യേകം സംരക്ഷിക്കുന്നു, അവയ്ക്ക് വേണ്ടി പ്രത്യേക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെയുള്ള കാലത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ ജീവജാലങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്, പുതിയ ജീവജാലങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അത് ഭൂമിയുടെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പം നമുക്ക് മാത്രമായി ഒരു ജീവജാലത്തെ എക്കാലവും സംരക്ഷിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വഴി ആ സ്പീഷീസ് നശിക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പൊ അത് എത്രമാത്രം ആകണം, അതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം. വിദേശ രാജ്യങ്ങളൊക്കെ ഈ കൺട്രോളിംഗ് നടക്കുന്നുണ്ടല്ലോ, ഉണ്ട്. അത് ആ ഒരു വിഡ്ഢിത്തമാണ് കേരളത്തിലെ പരിസ്ഥിതി ബോധത്തിന്റെ ഭാഗമായി പറയുന്നത്. അത് എത്രയും പെരുകട്ടെ. അതായത് ഒരാനയ്ക്ക് വനത്തിൽ ജീവിക്കാൻ എത്ര ഭൂമി വേണം? 50 തൊട്ട് 100 ചതുരശ്ര കിലോമീറ്റർ വരെ ഭൂമി വേണം എന്നൊരു കണക്ക്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മൊത്തം ഈ 11,000 ചതുരശ്ര കിലോമീറ്ററിൽ എത്ര ആനയെ സംരക്ഷിക്കാൻ കഴിയും? നമ്മൾ 5,000 ആന ഉണ്ടായിരുന്നെന്ന് ഒരു സമയത്ത് കണക്ക് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അത്രയും വനമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് 2,000 ആക്കി. 2,000 ആക്കിയെങ്കിലും നമുക്ക് 1,00,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി വേണം. അത് നമുക്ക് കേരളത്തിൽ മൊത്തം നമുക്ക് അതിൻ്റെ 1/3 ഭൂമിയേ ഉള്ളൂ. അപ്പോൾ ആനകളുടെ എണ്ണം കണ്ടമാനം പെരുകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കടുവയുടെ എണ്ണം ഇപ്പോൾ കൂടി, കാട്ടുപന്നിയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവയുടെ ആവാസ വ്യവസ്ഥയിൽ അവയ്ക്ക് ഭക്ഷണമില്ലാതെ വന്നു കഴിഞ്ഞാൽ അവ ഇര തേടി പുറത്തേക്ക് വരും.
ആ പുറത്തേക്ക് വരുന്ന സാധനം കന്നുകാലികളെ പിടിക്കും. നമ്മുടെ ഒരു ബുദ്ധി പറയുന്നത്, വനം വകുപ്പ് പറയുന്നത്, കന്നുകാലികളെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വളർത്തരുത്. അപ്പൊ അന്നേരം ഇപ്പം വിശപ്പ് സഹിച്ച് നിൽക്കുന്നാണോ? അത് കുറച്ചുകൂടെ പുറത്തേക്ക് വരും. അല്ലെങ്കിൽ മനുഷ്യരെ പിടിച്ചതിനാൽ മനുഷ്യ ജീവിത സാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു മനുഷ്യരെ പിടിച്ചു തിന്നാൻ അവ തുടങ്ങും. അത് സാമാന്യ യുക്തിക്ക് മനസ്സിലാവും, പക്ഷെ വനം വകുപ്പിന് മാത്രം മനസ്സിലാവുന്നില്ല. അതാണ് ഒരു വിഷയം. അതായത് ശാസ്ത്രീയമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം നമ്മുടെ വനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളെ മാത്രമേ നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ള യുക്തിപൂർവമായ ഒരു നിലപാടിലേക്ക് സർക്കാർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാർട്ടികൾ പ്രകടന പത്രിക ഇറക്കുന്ന സമയമൊക്കെയാണല്ലോ. ഈ പ്രകടന പത്രികയിലൊക്കെ ഇതൊന്ന് ഉൾപ്പെടുത്തിക്കൂടെ ഇവർക്ക്? ഞങ്ങൾ വന്നാൽ, അധികാരത്തിൽ വന്നാൽ വന്യമൃഗങ്ങളെ കൺട്രോൾ ചെയ്യും, നിയന്ത്രിക്കും, അതിന് ഞങ്ങൾ പ്രകടനപത്രിക തരാം. ഇങ്ങനെ കുറേ പ്രകടനപത്രികകളുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒരു പഞ്ചായത്തിൽ ഒരു 10 സംരംഭകരെ ഒരു വർഷം ഞങ്ങൾ കൊണ്ടുവരും എന്ന് ഒരു ഭരണസമിതിക്ക് തീരുമാനിക്കാൻ പാടില്ലേ? അതിനുള്ള സാധ്യത, ഒന്ന്, ഒരു സംരംഭകൻ വരണമെങ്കിൽ അവന് അവിടെ ആകർഷകമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഭരണസമിതിക്ക് കഴിയണം. കേരളത്തിലേക്ക് പുതിയ സംരംഭകർ വരും എന്ന് പറഞ്ഞല്ല വരാത്തതിന്റെ കാരണം എന്താ? അവർ വരുവാണെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ് ഊർജ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലം അതിനേക്കാൾ വില കുറച്ച് കിട്ടുമായിരുന്നെങ്കിൽ, മറ്റ് വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ, മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുമായിരുന്നെങ്കിൽ സംരംഭങ്ങൾ വരും. അപ്പൊ നമ്മുടെ പല പഞ്ചായത്തുകളിലും ഇത്തരം സംരംഭങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്. ഈ നടപടിക്രമങ്ങൾ പഞ്ചായത്തിന് കുറെ കൂടി ലഘൂകരിക്കാൻ കഴിയുമല്ലോ. അതായത് ലൈസൻസ് കൊടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുത്താൽ, ഇൻട്രസ്റ്റും ഇനിഷ്യേറ്റീവും കൂടി ഒന്നിച്ചാൽ ഈ അത്തരം കാര്യങ്ങൾ, അതുപോലെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് എന്തൊക്കെയാണ് സംരംഭകർക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് ചർച്ച ചെയ്ത് കണ്ടെത്തി സംരംഭകരെ ക്ഷണിച്ച് പഞ്ചായത്തിനെ ഡെവലപ്പ് ചെയ്തുകൂടെ? അത് ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഒരു ഇത് പറയുന്നത്, പഞ്ചായത്തുകൾക്ക് കുറച്ചുകൂടെ ലിബറലായി ഇത്തരം കാര്യങ്ങളെ കാണാൻ കഴിയില്ല എന്നാണ്. പഞ്ചായത്തുകളുടെ മേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന ഒരു കാര്യം. അത് അവർക്ക് നിയമപരമായി കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ പോലും തിരിച്ചെടുക്കുന്നു. കെട്ടിട നിർമ്മാണ നിയന്ത്രണം പഞ്ചായത്തുകളുടെ ജോലിയാണ്. നമ്മൾ കൃത്യമായി ഞാൻ പറഞ്ഞു, ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂന്നാർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ വിരുദ്ധ സ്ഥാപനം, കാരണം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ജോലി വേറെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനത്തിലല്ലാതെ മറ്റൊരു സംവിധാനത്തിന്മേലെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മൂന്നാർ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അതിനെ ഭരണവിരുദ്ധ സ്ഥാപനം എന്ന് അങ്ങ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണോ? അതെ. അതൊന്നും കൂടി ഒന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഭരണഘടനയിൽ പറയുന്ന 29 അധികാരങ്ങൾ വിനിയോഗിക്കേണ്ടത് പഞ്ചായത്തുകളാണ്. അതിനു മുമ്പ്, ഈ ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ് നിർമ്മാണം നിയന്ത്രിച്ചിരുന്നത്. നിർമ്മാണ അനുമതി വാങ്ങണം. അനുമതി വാങ്ങുമ്പോൾ അവരെങ്ങനെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എന്നുള്ള അവർ മുൻകൂട്ടി വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചോ ചെയ്യാൻ കഴിയുള്ളൂ. അത് റോഡിൽ നിന്നാണ് എത്ര മീറ്റർ വിടണം, എത്ര നിലവരെയാകാം, എത്ര സ്പേസ് ആകാം, അത്തരം നിയന്ത്രണങ്ങളൊക്കെ പഞ്ചായത്തുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ അധികാരം മൂന്നാറിൽ 8 പഞ്ചായത്തുകളിൽ മാത്രം അവരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത് മൂന്നാർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ജനാധിപത്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ്, ഒരു ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഒരു പഞ്ചായത്ത് പ്രതിഷേധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചു. ഭരണസമിതി ഉണ്ടല്ലോ. എന്തോ പഞ്ചായത്തിൽ അവിടെ ഒരു ഭരണസമിതി ഉണ്ടല്ലോ മൂന്നാറില്. അവരൊന്നും ഇറങ്ങിയിട്ടില്ല ഇതിനെതിരെ. അല്ല, അതാണ് പഞ്ചായത്തുകളുടെ ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തുണ്ടായ ഏറ്റവും കുറ്റകരമായ വീഴ്ച. അവർക്ക് ഭരണഘടന നൽകിയ അധികാരം തിരിച്ചെടുത്തപ്പോൾ അതിന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത ഭരണസമിതി അംഗങ്ങളായി അവർ തുടരുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തോടോ അതിലെ അധികാര വികേന്ദ്രീകരണത്തോടോ അവർ കാണിച്ച ഏറ്റവും വലിയ അവഗണനയും വഞ്ചനയുമാണെന്നാണ് എനിക്ക്. നമ്മുടെ ചർച്ച ചെന്നെത്തി നിൽക്കുന്നത് ഈ പ്രധാന പോയിന്റിലാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അതായത് ഈ ഭരണത്തെ സംബന്ധിച്ച്, ഇത്തരം നിയമങ്ങളെ സംബന്ധിച്ച്, പഞ്ചായത്തിൻ്റെ അധികാരത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ളവർ ഭരണസമിതി അംഗങ്ങളാവണം. ഇനി അഥവാ ആയില്ല എങ്കിൽ അവർക്ക് അതിന് നിശ്ചിതമായ പരിശീലനം കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല പ്രാദേശിക സർക്കാരുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാർട്ടി ചിഹ്നം ഉപയോഗിക്കാതെയാണ് നടക്കുന്നത്. പക്ഷെ കേരളത്തെ പോലെ ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ജനങ്ങൾ സ്വതന്ത്രരാകും എന്നുള്ള ഭയമാണ് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയത്തക്ക രീതിയിൽ നിയമം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ വലിയൊരു അപകടം, ഓരോ വാർഡിലല്ലേ ഓരോ സ്ഥാനങ്ങളിലേക്ക് ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അവരുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമാണ്. അവരെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയമാണ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ ജനങ്ങൾക്ക് കഴിയണം.
അത് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അത് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ ഇനിയിപ്പോ കഴിയൂ. ഇനിയുള്ള നാളുകൾ പോയ കുറച്ച് നാളുകൾ, വരാൻ പോകുന്ന ആളുകൾ കൂടുതൽ ഭീഷണമാണ്. നമ്മൾ തീക്ഷ്ണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രകൃതി അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു സമയമാണ്. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ. അപ്പോൾ അടിമാലിയിൽ ഉൾപ്പെടെയുള്ള മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെ അറിയാം. അടുത്ത കാലത്ത് പെട്ടിമുടിയിലുണ്ടായ മണ്ണിടിച്ചിൽ അറിയാം, എല്ലാം അറിയാം. ഇനിയുള്ള കാലത്ത് തീവ്രമായ മഴയും മേഘ സ്ഫോടനമൊക്കെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടും അതിഭയങ്കരമായ മിന്നലും ഒക്കെ അതുകൊണ്ട് ഒരു പ്രകൃതി ദുരന്തത്തെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ ജനപ്രതിനിധികൾക്കൊക്കെ ഇതിനെ സംബന്ധിച്ച ഒരു ധാരണ വേണ്ടേ? വളരെ വ്യക്തമായി നമുക്ക് അതിനെക്കുറിച്ച് ധാരണ വേണം. ആ ധാരണ ഈ ഇടുക്കി ജില്ലയിലുള്ളവർക്കല്ല, കേരളം മുഴുവനുള്ള ആൾക്കാർക്ക്, അല്ലെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കും ആ ധാരണ വേണം. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം സംരക്ഷിക്കുക ആണ് എന്നുള്ള ചിന്ത തെറ്റാണ്. വനം സംരക്ഷിക്കണമെന്ന് പറയുന്നത് വനമുള്ളിടത്തേക്ക് ശ്രദ്ധിച്ചിട്ട് അവരാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന, അതായത് ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഇടുക്കി ജില്ലയിലെ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മറ്റു ജില്ലകളിലുള്ളവർ ശ്രമിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ മൊത്തം 29% വനമാണുള്ളത്. 29.9% വനമുണ്ട്. ഇടുക്കി ജില്ലയിൽ വനവും വനാവരണവും ചേർത്താൽ അത് 85%. അതായത് നമ്മുടെ തടാകങ്ങളും റോഡുകളും ഒക്കെ ഉള്ള ഭൂമി പോയിട്ട് ഇടുക്കിയിലെ കർഷകരുടെയിലുള്ള ഭൂമി വളരെ ചുരുക്കമാണ്. അത് ചുരുക്കമെന്ന് ഞാൻ പറയുന്നത്, ഇടുക്കി ജില്ലയിലെ പല കൃഷിയിടങ്ങളും വനം തന്നെയാണ്. വനം എന്നതിന് അന്താരാഷ്ട്ര സമാനമാണ്. അന്താരാഷ്ട്ര സംവിധാനങ്ങൾ നൽകിയിരിക്കുന്ന നിർവചനം ഇതാണ്: 1 ഹെക്ടർ ഭൂമിയിൽ ഇത്ര മരങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് വനമായി പരിഗണിക്കും. അപ്പം നമ്മുടെ ഏലക്കാടുകൾ വനമാണ്, നമ്മൾ ജാതി കൃഷി ചെയ്തിട്ടുണ്ട് വനമാണ്, നമ്മുടെ റബ്ബർ തോട്ടങ്ങൾ വനമാണ്. അതായത് മറ്റൊരു ആപത്താവില്ലേ സാർ? ഇതൊക്കെ വനമാണെന്ന് പറയുമ്പോൾ ഇനി വനത്തിന്റെ ലിസ്റ്റിലേക്ക് അത് പെട്ടുപോകുമോ? അല്ല, അതിന് കൃത്യമുണ്ട്. റെക്കോർഡഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഫോറസ്റ്റിനെ പറയുന്നുണ്ട്. കർഷകരുടെ കൃഷിയിടങ്ങൾ ഫോറസ്റ്റ് ആക്കാം. പക്ഷേ ഈ റെക്കോർഡഡ് ഫോറസ്റ്റ്, അല്ലെ രേഖപ്പെടുത്തപ്പെട്ട വനം സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും അതുകൂടാതെ അന്താരാഷ്ട്ര സംഘടനകളും പണം നൽകുന്നുണ്ട്. എന്നാൽ സ്വന്തം ഭൂമി വനമാക്കിയ കർഷകന് അവന് ശിക്ഷ മാത്രമാണ്, അതിൻ്റെ പേര് ശിക്ഷ മാത്രമാണ് നൽകുന്നത്. അവൻ നട്ടുപിടിപ്പിച്ച മരം 40 വർഷം കഴിയുമ്പോൾ അത് വളർച്ചയെത്തെങ്കിൽ മുറിക്കാനുള്ള അവകാശം അവനില്ല. അവൻ മുറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഗുരുതരമായ തെറ്റുകാരനായി പോകുന്നു. ഒരു കാര്യം, നമ്മുടെ പരിസ്ഥിതി വിഡ്ഢിത്തം എന്ന് പറയുന്നതാണ്. ഒരു മരത്തിന് എക്കാലവും വളരാനോ അല്ലെങ്കിൽ എക്കാലവും അതിന് ഈ പ്രകാശ സംശ്ലേഷണം നടത്താനോ കഴിയത്തില്ല. ആ കഴിയുമ്പം മാത്രമേ അവയ്ക്ക് കാർബൺ സാംശീകരിച്ച വൃക്ഷത്തിൽ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സാധാരണ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഇതാണ്, 40 വർഷം കൊണ്ട് ഒരു മരം വളർച്ചയെത്തും. പിന്നെ ആ മരം വീട് കഴിഞ്ഞാൽ അത് ശേഖരിച്ച മുഴുവൻ കാർബണും അന്തരീക്ഷത്തിലേക്ക് പുറത്തള്ളും. ഒപ്പം അപകടകരമായ കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറത്തള്ളും. അത് അപകടമാണ്. അത് നീട്ടിവെക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ നീട്ടിവെക്കണമെങ്കിൽ ആ മരത്തെ മറ്റ് ഉപകരണങ്ങളാക്കി, ഫർണിച്ചറുകളായിട്ടോ കെട്ടിട നിർമ്മാണത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. അത് ചിലപ്പോൾ ഒരു 50-100 വർഷം കൂടി അങ്ങനെ മാറ്റി നിർത്താൻ കഴിയും. അങ്ങനെയാണ് കാർബൺ ബുദ്ധിയുള്ള ആൾക്കാർ, ബുദ്ധിയുള്ള രാജ്യങ്ങളിൽ അത് ചെയ്യുന്നത്. ചൈനയിൽ വനം കണ്ടുവാനും വിസ്തൃതി വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ചൈനയാണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നവർ. അതായത് ആ ഒരു സാധ്യത അവരവിടെ ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റാനോ, അവിടെയാണ് ഈ മാർക്കറ്റിലൊക്കെ കാട്ടുമൃഗങ്ങളുടെ മാംസമൊക്കെ വിൽക്കുന്നത്. അത് നമ്മുടെ ഒരു പരിസ്ഥിതി ബോധം, നമ്മുടെ വനം വകുപ്പ് നൽകിയിരിക്കുന്ന, അല്ലെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നൽകിയിരിക്കുന്ന പരിസ്ഥിതി ബോധം ഗുരുതരമായ ഒരു അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വയനാട്ടിലും ഇടുക്കി ജില്ലയിലും ആൾക്കാർക്ക് താമസിക്കാൻ കഴിയാത്തത്. അവര് ഈ ഇടുക്കി ജില്ലയിലെ, ഞാൻ പറയാം, നമ്മുടെ ഒക്കെയുള്ള ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീടിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആ വീട്ടില് മാവ്, പ്ലാവ്, കവുങ്ങ് തുടങ്ങി കുറേ വൃക്ഷങ്ങളുണ്ടാവും. കുറേ ഫലവൃക്ഷങ്ങൾ കാണും. പേര, കാപ്പി, കൊക്കോ, ഇതൊക്കെ ഉണ്ടാവും. അതുകൂടാതെ അവന്റെ വീട്ടിൽ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, ഇങ്ങനെ കുറെ മൃഗങ്ങളുണ്ടാവും. അവന്റെ വീട്ടിൽ ഒരു കിണറുണ്ട്, മണ്ണൊഴുകി പോകാതിരിക്കാനുള്ള കയ്യാലകളുണ്ട്, ഇത് എല്ലാം ഉണ്ട്. യഥാർത്ഥ ഒരു പരിസ്ഥിതി സംരക്ഷകനായ കർഷകനെ ആ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന സർക്കാർ ചെയ്യുന്ന പ്രവൃത്തിയാണ് പരിസ്ഥിതി വിരുദ്ധം എന്ന് നമ്മുടെ പൊതുലോകത്തിന് തോന്നാത്തിടത്തോളം കാലം നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ പരിസ്ഥിതിയോട് വിരോധമുള്ളവനായി മാറുന്നു. അതാണ് ഇടുക്കിയും വയനാടും മറ്റു ജില്ലകളുമായിട്ടുള്ള പ്രശ്നം. സൗഹൃദ ജീവിയായി ഒന്നാം തലത്തിൽ പരിഗണിക്കപ്പെടേണ്ട ആൾ കർഷകൻ തന്നെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഈ തരം പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിലാണ് അവൻ ദിവസം ഏർപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, പട്ടയവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് എന്തെങ്കിലും അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണെങ്കിൽ പോലും പഞ്ചായത്തിന് തങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര കർഷകർക്ക് പട്ടയം ലഭിക്കാനുണ്ട്,
അതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് കഴിയില്ലേ? കഴിയേണ്ടതാണ്. ഭൂമിയുടെ സംരക്ഷണവും വിനിയോഗവും എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പഞ്ചായത്തുകൾക്കുണ്ട്, നമ്മുടെ ഭരണഘടനാപരമായി തന്നെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ കേരളത്തിലെ ഭൂമിയുടെ ഉടമസ്ഥത വളരെ സങ്കീർണമാണ്. കേരളത്തിൽ എത്ര ഭൂനിയമങ്ങൾ ഉണ്ടെന്ന് അറിയത്തില്ല. അടുത്ത നാളില് നമ്മുടെ ഭൂമിയിലെ നിർമ്മാണം ക്രമവൽക്കരിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ചട്ടമുണ്ടാക്കി. ആ ചട്ടത്തിൽ അതിനു മുമ്പുള്ള 11 ചട്ടങ്ങളിലെ നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാക്കി ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞു. ആ 11 ചട്ടങ്ങളിൽപ്പെട്ട ഭൂമി ഏത് എന്നറിയാവുന്ന 10% ആൾക്കാർ പോലും കേരളത്തിൽ ഇല്ലെന്നാണ് ഞങ്ങളുടെ പരിശോധനയിൽ മനസ്സിലായത്. ഭേദഗതി പോലും അല്ലാത്ത സങ്കീർണാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പ്രത്യേക ലക്ഷ്യത്തോടെ, മറ്റേതോ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് അത് ചെയ്തത്. അതായത് കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കാനാണെങ്കിൽ കെട്ടിട നിർമ്മാണ നിയമമുണ്ട്. ആ നിയമത്തിലായിരുന്നു ഭേദഗതി വരുത്തേണ്ടത്. മുനിസിപ്പൽ നിയമമുണ്ട്, പഞ്ചായത്ത് നിയമമുണ്ട്. ആ നിയമത്തിൽ ഒരു ഭേദഗതിയും വരുത്തിയിട്ടില്ല. ഇത് ഭൂമി നൽകിയത് എന്തിന് എന്നുള്ള കാര്യത്തിലാണ് ഇവരൊരു പ്രശ്നം പറയുന്നത്. ഭൂമി നൽകുന്നത് എന്തിനെന്ന് 1960 ഭൂപതിവ് നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സർക്കാരിന് ഉപാധികളോടെയോ ഒരു ഉപാധികളില്ലാതെയോ ഭൂമി നൽകാൻ കഴിയും. അപ്പൊ കൃഷി നൽകുന്ന ഉപാധികൾ ഇല്ലാതെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളില്ല. പക്ഷെ 1964 ചട്ടത്തില് കൃഷിക്കും ഭവന നിർമ്മാണത്തിനും എന്ന് പറഞ്ഞു, അതിന് മാത്രമെന്ന് പറഞ്ഞില്ല. ഇതര ആവശ്യങ്ങൾക്കൊന്നും എഴുതി ചേർത്താൽ മതി. അതായത് അന്ന് കൃഷി അല്ലാതെ മറ്റൊരു ആവശ്യമില്ല. അവര് വേറെ ഒരു കൊമേഴ്സ്യൽ പർപ്പസും അതിൻ്റെ ഉണ്ടാകില്ല. നമ്മൾ ഈ 50 വർഷം കൊണ്ട് കൃഷി ലാഭകരമല്ലാതായി തീരുകയും നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ചെറിയ രീതിയിൽ പട്ടണങ്ങളായി മാറുകയും ചെയ്തപ്പോൾ ഭൂമിയുടെ ഈ മണ്ണിന് ഒരു കൊമേഴ്സ്യൽ വാല്യൂ വന്നു. ആ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. അത് തെറ്റാണ് എന്ന് എങ്ങനെ ഒരു സർക്കാരിന് പറയാൻ കഴിയും? അത് ഒരു സ്വാഭാവിക പരിണതിയല്ലേ. ഒരു ഗ്രാമത്തിൽ 10 വീട് വരുമ്പോൾ ആ 10 വീട്ടുകാർ ചേർന്ന് അവർക്കൊരു വിദ്യാലയം വേണം, ആശുപത്രി വേണം, ഇല്ലേ, കച്ചവട സ്ഥലം വേണം. ഇതങ്ങനെ സ്വാഭാവികമായ ഒരു വികസന പ്രക്രിയയുടെ ഭാഗമല്ലേ അത്? അതൊന്നും ഇവർക്ക് ഭാവന. യഥാർത്ഥത്തിൽ ഏറ്റവും അപകടകരമായ കാര്യം, കേരളത്തിൽ നമ്മൾ ജനാധിപത്യം നിലനിൽക്കുന്നു, നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ്, മന്ത്രിമാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിലും കേരളത്തിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്യൂറോക്രസിയുടെ പരിപൂർണമായ നിയന്ത്രണത്തിലായി പോയ ഒരു സംസ്ഥാനമാണിത്. ഇവിടെ മന്ത്രിമാർക്കോ നിയമസഭയ്ക്കോ പോലും പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ്. അതായത് ഈ നിയമം നിർമ്മിച്ചത്, ഈ നിയമം മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് വനഭേദഗതി നിയമം കൊണ്ടുവന്നു. അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ പിൻവലിക്കേണ്ടി വന്നു. തൃശ്ശൂർ ജില്ലയിൽ ഒരു കണ്ടൽക്കാടുകൾ പ്രഖ്യാപിച്ചത് അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. ഈ നിയമത്തിൽ പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞ് തിരുത്തേണ്ടി വന്നു. ഇനി അത് ചട്ടമുണ്ടാകുമ്പോൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നിയമസഭയല്ല നിയമം നിർമ്മിക്കുന്നത് എന്ന് വ്യക്തമായി. ഇപ്പൊ ഈ നേര്യമംഗലം തൊട്ട് വളരെ വരെയുള്ള 14 കിലോമീറ്റർ കാര്യത്തിൽ കോടതി പറഞ്ഞത് വിജ്ഞാപനം എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? അതും ഇതുപോലെ ഒരു വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതായത് നിയമപരമായി ഈ ദേവികുളം താലൂക്കിലുള്ള അല്ലെ കേരളത്തിലെ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി സർസിപിയുടെ കാലത്ത് വിജ്ഞാപനം ചെയ്ത ഒരു വിജ്ഞാപനം നിലവിലുള്ളിടത്ത് അത് വനമാണെന്ന് പറഞ്ഞ് കോടതിയെ സമ്മതിപ്പിച്ച് കോടതിയെ കൊണ്ട് ഉത്തരവിടിപ്പിച്ച റോഡ് തടയുക. അത് വനമല്ലെന്ന് രേഖകൾ സമർപ്പിച്ച് രേഖകൾ വെച്ച് നമ്മൾ ജനങ്ങൾ സമർത്ഥിക്കുന്നു. അത് കോടതിക്ക് ബോധ്യപ്പെടുന്നു. കോടതി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഉചിതമായ തീരുമാനം എടുക്കാൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറി അതിനകത്ത് തീരുമാനം എടുക്കുന്നില്ല. ആരാണ് കേരളത്തിലെ വികസനം തടസ്സപ്പെടുത്തുന്നത്? കോടതിയാണെന്ന് നമ്മൾ പറയുന്നു. കോടതിക്ക് അതിൻ്റെ മുന്നിൽ വരുന്ന രേഖകൾ, അതിൻ്റെ മുന്നിലുള്ള വാദങ്ങൾ പരിശോധിച്ച് മാത്രമേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കോടതി അതിനുള്ള അനുവാദം കൊടുത്തിട്ട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ വികസനം തടയാൻ ഇടുക്കിക്ക് പുറത്തുള്ള ചില ആൾക്കാർ പ്രത്യേക ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. അതിനെ സർക്കാർ അറിഞ്ഞിട്ടും അറിയാത്ത നാട്യം കാണിക്കുന്നു എന്നുള്ളൊരു അപകടകരമായ ഒരു കാര്യമുണ്ട്. അത് ഇടുക്കിയോടുള്ള ഒരു അവഗണനയായി തന്നെ ഞാൻ കാണുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ വളരെ ഭിന്നമായ സവിശേഷമായ ചില പ്രശ്നങ്ങളിലൂടെ നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയിൽ കൂടുതലായിട്ട്. ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അറിയാവുന്നതുപോലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വമ്പൻ നിർമ്മാണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതെങ്ങനെ നടക്കുന്നു? ഒരു കാര്യം ഞാൻ പറയാം. ഈ നിയമങ്ങളെല്ലാം ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അനുസരിക്കേണ്ടത് സാധാരണക്കാരാണ് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഈ അധികാരികൾക്കുണ്ട്. ഏത് നിയമത്തെയും മറികടക്കാൻ അവർക്ക് അധികാരമുണ്ട്, ഒരു തോന്നൽ അവർക്കുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ പറയുന്നത് ഇടുക്കിയെക്കുറിച്ചാണ്. ഇടുക്കി വളരെയധികം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം സാധ്യതയുള്ള ഒരു ജില്ലയാണ്.
ആ ജില്ലയുടെ വികസനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അനാവശ്യമായ നിയന്ത്രണങ്ങളും കാര്യങ്ങളുമാണ്. ഇടുക്കി ജില്ലയെ കുറച്ച് സ്വതന്ത്രമാക്കി വിട്ടാൽ ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ഒരു ജില്ലയായി മാറാൻ കഴിയും. നിങ്ങൾക്കറിയാം, 1500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ലയാണ്. ഒരു മെഗാവാട്ടിന് ഈ ജലവൈദ്യുത നിലയത്തിൽ നിന്നുള്ള അതിന്റെ നിർമ്മാണ ചെലവിന്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 പൈസയാണ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വരുന്ന ചെലവ്. 50 പൈസയ്ക്ക് നമ്മൾ നൽകുന്ന വൈദ്യുതി നമുക്ക് 5 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 5 രൂപയിൽ കൂടുതലാണ് നമുക്ക് തിരിച്ചു നൽകുന്നത്. അപ്പൊ ഈ വൈദ്യുതി എല്ലാ തൊഴിൽ സാധ്യതകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ അടുത്ത വിഭവമുണ്ട്, റബ്ബർ. 40,000 ടൺ റബ്ബർ ഇടുക്കി ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ റബ്ബർ പ്രോസസ്സ് ചെയ്ത് 360 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അതിൽ ഏതെങ്കിലും ഏറ്റവും ലഘുവായ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ നിന്ന് പുറത്തുപോയ മുഴുവൻ ചെറുപ്പക്കാരെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ പ്രാദേശിക ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ടത്. എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് റബ്ബർ ടാപ്പിങ്ങും അതിൻ്റെ പ്രോസസ്സും ഒക്കെ കാണിച്ച് സായിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കണ്ടിട്ടില്ല ഇതൊന്നും. അത് കാണിക്കാവുന്നതാണ്. നമ്മുടെ തേയിലയും നമ്മുടെ ഏലവും ഒക്കെ കാണിക്കാവുന്ന സംവിധാനങ്ങളാണ്. ഈ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെ സമയം അവസാനിക്കുകയാണ്. സാർ, ഈ നമ്മുടെ ഓരോ പഞ്ചായത്തും എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്ന ആൾക്കാരുണ്ട് ധാരാളമായി. കിടപ്പ് രോഗികൾ വേറെയുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരെ അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ, ഒത്തിരി പേരുണ്ട്, പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലുണ്ട്. അത് ശാരീരികവും മാനസികമായ വെല്ലുവിളിയുണ്ട്. അപ്പോൾ ഇവരെ ഇപ്പം ഇന്നലെ തന്നെ പത്രത്തിൽ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയെ കൊന്നിട്ട് അമ്മ ആത്മഹത്യ ചെയ്ത വാർത്ത അങ്ങ് വായിച്ചു കാണും. ഇതിപ്പോൾ ആദ്യമായ ഒരു സംഭവം അല്ല അത്. അതുപോലത്തെ എത്രയോ അമ്മമാർ കൊല്ലേണ്ടത് എങ്ങനെ എന്ന സുഗതകുമാരി ടീച്ചറിൻ്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ഇങ്ങനെ കൊച്ചിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരമ്മയുടെ വ്യഥിത ചിന്തകളാണ് അതിനകത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പ്രശ്നത്തെ പഞ്ചായത്ത് അഭിസംബോധന ചെയ്യേണ്ടതല്ലേ? പഞ്ചായത്തുകൾക്ക് നമ്മുടെ ഒരു ഭാവന ഇരിക്കുന്നത് മാർക്കോ പ്ലാൻ, പഞ്ചായത്ത് മൊത്തമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചാണ്. നമുക്ക് മൈക്രോ പ്ലാൻ വേണം. ഒരു ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു വ്യക്തിയെ എങ്ങനെയാണ്, പറഞ്ഞതുപോലെ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാർ, അവരെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അതിനൊരു പദ്ധതി കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പഞ്ചായത്തിൽ ഒരു കേന്ദ്രം ഉണ്ടാക്കി സംരക്ഷിക്കണമെന്നല്ല, അത് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു NGOയ്ക്ക് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചെയ്യും. അവരതിൽ ഉദ്ദേശിക്കുന്നത് അവർക്ക് കുറച്ച് ശ്രവണ സഹായി കൊടുക്കുക, അല്ലെങ്കിൽ വീൽ ചെയർ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ മറ്റെന്തെങ്കിലും സഹായ ഉപകരണങ്ങൾ നൽകുക എന്നതല്ല. അത് വേണം. അതിനപ്പുറത്ത് അവർക്ക് ജോലി നൽകുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവരെ പുനരധിവസിപ്പിക്കുക. അവർക്ക് ആജീവനാന്തം ജീവിക്കണ്ടേ. താൽക്കാലികമായ ഒരു ആശ്വാസമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ പെർമനന്റ് ആയ ഒരു ആശ്വാസ പദ്ധതി പഞ്ചായത്ത് നോക്കി നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷ്മ പദ്ധതികൾ എന്ന് പറയുന്ന ഇതാണ്. ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ്. അയാൾക്ക് എന്താണ് കുറവുള്ളത്, ആ കുറവ് നികത്താൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, അതാണ് ആ പദ്ധതി. അപ്പൊ അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ അത് ഏൽപ്പിക്കുക, അതിനുള്ള ഫണ്ട് നൽകുകയും ചെയ്യാന്നാണ് പഞ്ചായത്ത്. എത്ര പദ്ധതികളാണ് സാധാരണക്കാരെ അധികരിച്ചും ഒക്കെ വരേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടതും. പക്ഷെ ഒത്തിരി ആളുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന് പല പാർട്ടിക്കാരും വിഷമിക്കുന്നുണ്ട്. പക്ഷെ വേറെ ചില ആളുകൾ മത്സരിക്കാൻ ഇടിക്കുന്നുണ്ട്. ഒരു 70-75 വയസ്സ് കഴിഞ്ഞവരൊക്കെ മത്സരിക്കണോ ഇനി? ആ കാര്യത്തിലൊക്കെ അവർ പിന്നോട്ടൊക്കെ മാറി നിന്നുകൂടെ? പ്രായത്തെക്കുറിച്ചല്ല ഞാൻ ഉത്കണ്ഠപ്പെടുന്നത്, ഭാവനയില്ലായ്മയെ കുറിച്ചാണ്. ഭാവനയില്ലാത്ത ആൾക്കാര് കുടുംബ ബന്ധത്തിന്റെ പേരിലോ രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിലോ ജനപ്രതിനിധികളാകുന്നത് ഈ പ്രദേശത്തോട് ചെയ്യുന്ന വലിയൊരു ചതിവാണ് എന്ന് ഞാൻ പറയുന്നു. അവര് ഭാവനാപൂർണമായി ആ നാടിനു വേണ്ടി സേവനം ചെയ്യാനാണ് ജനപ്രതിനിധിയാകുന്നതെങ്കിൽ അവരുടെ ഭാവന എന്തെന്ന് ജനങ്ങളോട് പറയാനുള്ള സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ദിവസം. അത് ഇടുക്കി ജില്ലയിലെ 1600 പേരും കേരളത്തിലെ 26,000 ആൾക്കാരും അവരുടെ വോട്ടർമാരോട് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയുമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. വളരെ സന്തോഷമുണ്ട്. സമയം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് സ്റ്റുഡിയോയിൽ വരികയും നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായ രീതിയിൽ വളരെ അതിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങ് സംസാരിച്ചു. അങ്ങയുടെ അനുഭവ പരിചയം വിപുലമാണെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഒരു ഭരണകർത്താവ് എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും ഈ രംഗത്തുണ്ടായ അറിവ് മറ്റു പലർക്കും ഇല്ലാത്തതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വളരെ അഭിനന്ദനമുണ്ട്. ഇനിയും ഞങ്ങൾ വിളിക്കും, ഇതുമായി ബന്ധപ്പെട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. സന്തോഷം. ചർച്ചകൾ അവസാനിക്കുന്നില്ല, ഒന്നും പറഞ്ഞു തീരുന്നുമില്ല. ഇനിയും എത്രയെത്ര പ്രശ്നങ്ങളാണ് സങ്കീർണങ്ങളായി അവശേഷിക്കുന്നത് ഇടുക്കിയിൽ മാത്രമല്ല. പക്ഷേ ഇടുക്കിക്കാർക്ക് അവരുടെ ഭൂമിശാസ്ത്രപരമായും ഭൂമി സംബന്ധമായും അവരുടെ ജീവിതവുമായും
പറയുവാൻ ഏറെയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കുറേയെങ്കിലും പരിഹരിക്കാൻ സന്മനസ്സുള്ള ആളുകൾ ജനപ്രതിനിധികളാകണം. അവർക്ക് ഭാവനയുണ്ടാവണം, കരുണയുണ്ടാവണം.